മൈദയിൽ വേസ്റ്റ് കളഞ്ഞ് പാലെടുത്തുണ്ടാക്കുന്ന ലോകപ്രശസ്ത കോഴിക്കോടൻ കറുത്ത ഹലുവ അതേ രുചിയിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഏകദേശം 2 കിലോ കറുത്ത ഹലുവ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 1/2 കിലോ മൈദ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിത് കുഴച്ചെടുക്കണം. അതിനായി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കാം. കപ്പില്ലെങ്കിൽ ഒരു വലിയ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം ചേർത്താലും മതിയാകും. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. മൈദ കുഴച്ചെടുത്ത് വെള്ളത്തിൽ കലക്കി വേസ്റ്റ് കളഞ്ഞ് പാലെടുത്താണ് കോഴിക്കോടൻ ഹലുവ തയ്യാറാക്കുന്നത്. തയ്യാറാക്കാൻ കുറച്ച് സമയമെടുക്കുമെങ്കിലും കോഴിക്കോടൻ ഹലുവയുടെ രുചി ഒന്ന് വേറെ തന്നെയാണ്. മൈദ വെള്ളം ചേർത്ത് കൂടുതൽ നേരം കുഴച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതിയാകും. അല്പം ലൂസായ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. ഇനി നമുക്കിത് വെള്ളത്തിൽ കലക്കി വേസ്റ്റ് മാറ്റി പാലെടുക്കാം. അതിനായി നമ്മളിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ചുരുങ്ങിയത് 4 ലിറ്റർ വെള്ളമെങ്കിലും കൊള്ളുന്ന വാവട്ടമുള്ള പാത്രമാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ മുകൾ ഭാഗം നൈസായ ഒരു കോട്ടൺ തുണി കൊണ്ട് മൂടി കെട്ടാം. ഞാനിവിടെ പഴയൊരു സെറ്റ് സാരിയുടെ കഷ്ണമാണ് എടുത്തത്. മുകൾ ഭാഗത്ത് ഒരു കുഴി വരുന്ന പോലെയാണ് തുണി കെട്ടേണ്ടത്. അല്പം ബലത്തിൽ തന്നെ നമുക്കിത് കെട്ടിവെക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം നിറയ്ക്കാം. തുണിയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ നമ്മളിത് നിറച്ചിട്ടുണ്ട്. കുഴച്ചു വെച്ചിരിക്കുന്ന മൈദ ഈ വെള്ളത്തിൽ വെച്ച് കലക്കിയെടുക്കാം. കുഴച്ചെടുത്ത മൈദ വെള്ളത്തിൽ കലക്കി അരിച്ചെടുത്തും പാലെടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാകും നല്ലത്. 2 കൈകൊണ്ടും ഇതുപോലെ പീച്ചി കൊടുത്താൽ മതിയാകും. കുറച്ചു നേരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മൈദ വെള്ളത്തിൽ ലയിച്ച് വേസ്റ്റ് മാത്രമായി നമ്മുടെ കയ്യിൽ കിട്ടും. മൈദയിലെ പാല് മാക്സിമം വെള്ളത്തിൽ ലയിപ്പിക്കണം. ഇങ്ങനെ തിരുമി വേസ്റ്റ് മാത്രമാക്കി മാറ്റണം. 15 മിനിറ്റ് നേരം ഇങ്ങനെ ചെയ്താൽ റബ്ബർ പോലെ വേസ്റ്റ് ഉരുണ്ടുവരും. 1 കിലോ മൈദയിൽ നിന്നും ഏകദേശം 350 ഗ്രാം വേസ്റ്റ് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇത് 1/2 കിലോ മൈദ ആയതുകൊണ്ട് 175 ഗ്രാം വേസ്റ്റാണ് ഉണ്ടാവുക. മൈദയിലെ പാല് മാക്സിമം നമ്മൾ തിരുമിയെടുത്തിട്ടുണ്ട്. വേസ്റ്റ് വെറും റബ്ബർ പോലെ ആയിട്ടുണ്ട്. ഇത് ഒന്ന് നന്നായി പിഴിഞ്ഞെടുത്ത ശേഷം ഒഴിവാക്കാം. അങ്ങനെ നമ്മൾ മൈദ കലക്കി വേസ്റ്റ് ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുണി കട്ടഴിച്ച് വെള്ളം പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്കിത് ഊറാൻ വേണ്ടി വെക്കണം. അതിനായി ഒരു ദിവസം ഇങ്ങനെ തന്നെ അനക്കാതെ വെക്കാം. നമ്മൾ മൈദ കലക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു ദിവസമായിട്ടുണ്ട്. മൈദ ഊറി വെള്ളം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ തെളി ഊറ്റി കളയാം. തെളി ഊറ്റി കളയുമ്പോൾ അടിയിൽ ഊറിയ മാവ് നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഊറിയ മാവ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അടിഭാഗത്ത് കട്ടിയായി കിടക്കുന്നത് കാരണം കൈകൊണ്ട് തന്നെ ഇത് ഇളക്കിയിടാം. ഇനി നമുക്കിതിലേക്ക് വീണ്ടും വെള്ളം നിറയ്ക്കാം. വീണ്ടും ഒരു ദിവസം കൂടി അനക്കാതെ വയ്ക്കാം. മൈദ കലക്കി വെച്ചിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടുണ്ട്. വീണ്ടും നമുക്കിതിലെ വെള്ളം ഊറ്റിക്കളയാം. അടിയിൽ ഊറിയ മാവ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇങ്ങനെ കുറഞ്ഞത് 2 ദിവസം വെള്ളം നിറച്ച് ഊറാൻ വെച്ച് വേണം ഹലുവ തയ്യാറാക്കാൻ. 1-2 ദിവസം കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് കറുത്ത ഹലുവയ്ക്ക് ആവശ്യമായ ഒരു മസാല തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ചെറിയ ജാറിൽ 10 ഗ്രാം കറുവപ്പട്ട, 10 ഗ്രാം കരയാമ്പു, 10 ഗ്രാം ഏലക്ക, 2 ജാതിക്കയുടെ കുരു, 2 ജാതിപത്രി എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി പൊടിച്ചെടുക്കാം. ഇത് മൊത്തത്തിൽ 40 ഗ്രാം ഉണ്ടാകും. ഇന്ന് ഹലുവ ഉണ്ടാക്കാൻ നമുക്ക് 2 ടേബിൾ സ്പൂൺ മാത്രം മതിയാകും. മിക്സിയിൽ പൊടിച്ചെടുക്കാനുള്ള സൗകര്യത്തിനായാണ് നമ്മളിത് കൂടുതൽ പൊടിച്ചത്. ഞാൻ എൻ്റെ എല്ലാ റെസിപ്പികളിലും പറയുന്നത് ഇതേ ഗരം മസാല തന്നെയാണ്. അതുകൊണ്ട് ബാക്കി വരുന്ന മസാല സൂക്ഷിച്ചു വെച്ചാൽ നമ്മുടെ എല്ലാ റെസിപ്പികളിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് ഹലുവയ്ക്ക് ആവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായി നമ്മളിവിടെ 1 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 1/2 കപ്പ് വെള്ളമൊഴിച്ച് നമുക്കിത് ഉരുക്കിയെടുക്കാം. ശർക്കര വാങ്ങുമ്പോൾ നല്ല കറുത്ത നിറമുള്ളത് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണേ. ശർക്കര പൂർണ്ണമായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഹലുവ തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഹലുവ തയ്യാറാക്കാൻ നമ്മളിവിടെ ആഴമുള്ള ഒരു വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അടിഭാഗം കട്ടിയുള്ള ഏത് വലിയ പാത്രമായാലും മതിയാകും. ഹലുവ തയ്യാറാക്കാൻ തുടങ്ങിയാൽ തുടർച്ചയായി ഇളക്കി കൊടുക്കേണ്ടത് കൊണ്ട് എല്ലാ ചേരുവകളും നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തിൽ തന്നെ തയ്യാറാക്കി വെക്കണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് വെള്ളം, 1 കപ്പ് വെളിച്ചെണ്ണ, 4 ടേബിൾ സ്പൂൺ അതായത് 1/4 കപ്പ് നെയ്യ്, 50 ഗ്രാം അണ്ടിപ്പരിപ്പ് ചെറുതായി നുറുക്കിയത്, 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്, 2 ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാല എന്നിവയാണത്. കൂടാതെ ഹലുവ മോൾഡ് ചെയ്യാനുള്ള ഒരു പാത്രവും തയ്യാറാക്കി വെക്കണം. അതിനായി ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഏതെങ്കിലും പാത്രത്തിൽ ഹലുവ നിറയ്ക്കാവുന്നതാണ്. സാധാരണ ഒരു സ്റ്റീൽ ഡവർ ആയാലും മതിയാകും. വെളിച്ചെണ്ണ ടേബിളിലാവാതിരിക്കാൻ ട്രേ ഞാനൊരു പ്ലേറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഹലുവയ്ക്ക് ഭംഗി കിട്ടാനായി ടിന്നിൻ്റെ അടിഭാഗത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് 2ആയി കീറിയത് നിരത്തി കൊടുത്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് വെളുത്ത എള്ളും വിതറുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെ ട്രേ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒന്നുകൂടി കലക്കി 4 ഗ്ലാസ്സിലായി ഒഴിച്ചു വയ്ക്കാം. നമ്മൾ 4 പ്രാവശ്യമായാണ് മാവ് ശർക്കരയിൽ ചേർക്കുന്നത്. പെട്ടെന്ന് എടുത്ത് ഒഴിക്കാനുള്ള സൗകര്യത്തിനായാണ് നമ്മളിത് ഗ്ലാസ്സിലേക്ക് മാറ്റുന്നത്. ഇത് മൊത്തത്തിൽ 4 കപ്പ് അതായത് ഏകദേശം 1 ലിറ്റർ മാവാണുള്ളത്. അങ്ങനെ ചേരുവകളെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇടയ്ക്ക് ഹലുവയുടെ പാകം നോക്കാൻ
ഒരു സ്പൂണും പ്ലേറ്റും കൂടി എടുത്തു വെച്ചാൽ സൗകര്യമായിരിക്കും. ഇനി നമുക്ക് ഹലുവ തയ്യാറാക്കാം. അതിനായി ആദ്യം സ്റ്റൗ ഓൺ ചെയ്ത് ഫ്ലെയിം കൂട്ടി വെച്ച് ശർക്കരപ്പാനി കുറുക്കിയെടുക്കാം. ശർക്കരപ്പാനി കുറുക്കി കാരമൽ ചെയ്താണ് ഈ ഹലുവ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് കറുത്ത ഹലുവയ്ക്ക് ആ രുചിയും നിറവും കിട്ടുന്നത്. ശർക്കര പാകത്തിന് കുറുകി വന്നറിയാൻ ഇടയ്ക്ക് കോരി നോക്കണം. പത കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ പാകമായിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഇടയ്ക്ക് ഇങ്ങനെ എടുത്തു നോക്കണം. കാരണം ശർക്കര കൂടുതൽ കരിഞ്ഞു പോയാലും ഹലുവയുടെ രുചി മാറിപ്പോകും. ഇപ്പോൾ ശർക്കര കുറുകി നല്ല നിറം വന്നിട്ടുണ്ട്. കോരിയെടുക്കുമ്പോൾ ഒഴുകിപ്പോകാതെ പത കയ്യിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പാകം മനസ്സിലാകും. ഇനി നമുക്ക് സ്റ്റൗ മീഡിയത്തിലേക്ക് മാറ്റി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. പെട്ടെന്ന് തിളച്ച് ചൂടുള്ള ആവി വരുന്നത് കാരണം വെള്ളം ചേർക്കുമ്പോൾ കൈ പൊള്ളാതെ ശ്രദ്ധിക്കണേ. ഇത് നന്നായി മിക്സ് ചെയ്യാം. കാരമൽ ചെയ്ത ശർക്കരയുടെ ചൂട് അല്പം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിതിൽ വെള്ളം ചേർത്തത്. വെള്ളം നന്നായി മിക്സായ ഉടനെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവിൽ 1/4 ഭാഗം, അതായത് 1 ഗ്ലാസ് മാവ് ശർക്കരയിലേക്ക് ചേർക്കാം. പെട്ടെന്ന് തന്നെ നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സായ ശേഷം അടുത്ത ഗ്ലാസ് മാവ് ചേർക്കാം. വീണ്ടും പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം. ഇങ്ങനെ 3-4 പ്രാവശ്യമായി മാവ് ശർക്കരയിൽ ചേർത്ത് ഇളക്കി കൊടുക്കാം. അങ്ങനെ മാവെല്ലാം നമ്മൾ ശർക്കരയിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് അളന്നു വെച്ചിരിക്കുന്ന 1 കപ്പ് വെളിച്ചെണ്ണ ചേർക്കാം. കൂടാതെ 1/4 കപ്പ് നെയ്യ് ചേർക്കാം. നെയ്യ് ചേർക്കുന്നതിന് പകരം 1/4 കപ്പ് വെളിച്ചെണ്ണ തന്നെ ചേർത്താലും മതിയാകും. എല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഇനി കൈവിടാതെ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കാം. കോഴിക്കോട് ഹലുവ തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. പക്ഷേ ഇതുപോലെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഉപയോഗിച്ചല്ല ഹലുവ തയ്യാറാക്കുന്നത്. പാകമായി വരുമ്പോൾ ഹലുവ വെളിച്ചെണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇതിൻ്റെ 3-4 ഇരട്ടി വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട്. വെളിച്ചെണ്ണ എത്ര കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. ആവശ്യമുള്ള വെളിച്ചെണ്ണ മാത്രമേ ഹലുവയിൽ മിക്സ് ആവൂ. ബാക്കി വരുന്ന വെളിച്ചെണ്ണ നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ വീടുകളിൽ കുറച്ച് മാത്രം ഉണ്ടാക്കാനുള്ള സൗകര്യത്തിനായി ചെറിയ ചില മാറ്റങ്ങൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹലുവ സെറ്റായി വരുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഹലുവ സെറ്റായി വരുമ്പോൾ നല്ല ശക്തിയായി തുടർച്ചയായി ഇളക്കേണ്ടതുകൊണ്ട് നല്ല ബലമുള്ള കയ്യിൽ തന്നെ ഉപയോഗിക്കണം. ഇപ്പോൾ കണ്ടാൽ പാകമായി എന്ന് തോന്നുമെങ്കിലും ഹലുവയ്ക്ക് മുറുക്കം കിട്ടാൻ ഇനിയും കുറുക്കിയെടുക്കണം. പാകമറിയാൻ ഇടയ്ക്ക് കുറച്ചെടുത്ത് ഒരു പാത്രത്തിൽ തണുക്കാൻ വേണ്ടി വെക്കണം. അപ്പോഴും തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. മാവ് പാത്രത്തിലിട്ട് കുഴയ്ക്കുന്ന രീതിയിൽ ഇതേപോലെയാണ് ഇളക്കേണ്ടത്. നേരത്തെ എടുത്തു വെച്ചത് കയ്യിലെടുത്ത് ഉരുട്ടി ഇതേപോലെ വലിച്ചു നോക്കി ഹലുവയുടെ പാകം മനസ്സിലാക്കാം. നന്നായി മുറുക്കിയെടുത്തില്ലെങ്കിൽ ഹലുവ നല്ല സോഫ്റ്റ് ആയിരിക്കുമെങ്കിലും കഴിക്കുമ്പോൾ ഒട്ടൽ അനുഭവപ്പെടും. ഇനി നമുക്കിത് വീണ്ടും കുറുക്കിയെടുക്കാം. നിങ്ങൾ ആദ്യമായി ഈ ഹലുവ ട്രൈ ചെയ്യുമ്പോൾ ചേരുവകളെല്ലാം പകുതി മാത്രം എടുത്ത് 1 കിലോ ഹലുവ തയ്യാറാക്കി നോക്കുന്നതാകും നല്ലത്. ശർക്കരയിൽ മാവ് ചേർത്ത് മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഹലുവ നല്ല ടൈറ്റായി വെളിച്ചെണ്ണ വിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഹലുവയ്ക്ക് ആവശ്യമായ വെളിച്ചെണ്ണ മാത്രം ചേർത്തത് കൊണ്ടാണ് പാത്രത്തിൽ അല്പം മാത്രം എണ്ണയുള്ളത്. കൂടുതൽ വെളിച്ചെണ്ണ ചേർത്താണ് ഹലുവ ഉണ്ടാക്കുന്നതെങ്കിൽ എണ്ണ വേറെയും ഹലുവ വേറെയുമായി ഉണ്ടാകും. ഇപ്പോൾ ഹലുവയ്ക്ക് ചെറിയ വലിച്ചിൽ വന്നിട്ടുണ്ട്. കൂടുതൽ മുറിക്കാലും ഹലുവയുടെ ടെക്സ്ചർ മാറിപ്പോകും. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്കിതിൻ്റെ പാകം മനസ്സിലാവും. ഈ സമയത്ത് ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന കശുവണ്ടി, 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്, 2 ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാല എന്നിവ ചേർക്കാം. എല്ലാം നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും താമസിയാതെ നേരെ ട്രേയിലേക്ക് മാറ്റാം. ട്രേയിലേക്ക് ഇതുപോലെ മൊത്തത്തിൽ മാറ്റുകയോ കുറേശ്ശെയായി കോരിയിടുകയോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബലമുള്ള ഒരു കയ്യിൽ കൊണ്ട് നന്നായി അമർത്തി സെറ്റാക്കാം. അങ്ങനെ നമ്മൾ ഹലുവ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ദിവസം ഇങ്ങനെ തന്നെ വയ്ക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചു വിടാനും മറന്നു പോകരുതേ. ഹലുവ നമ്മൾ സെറ്റാക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു ദിവസമായിട്ടുണ്ട്. നമുക്കിത് ട്രേയിൽ നിന്ന് മാറ്റാം. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അങ്ങനെ നമ്മുടെ കോഴിക്കോടൻ കറുത്ത ഹലുവ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.